എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026ന്റെ ആവേശ തിരമാലകൾക്കിടയിൽ ഇന്ന് മുല്ലൻപൂരിലെ മഹാരാജ യാദവേന്ദ്ര സിംഗ് സ്റ്റേഡിയത്തിൽ വീശിയടിച്ചത് വെറുമൊരു കാറ്റായിരുന്നില്ല. രാജസ്ഥാൻ റോയൽസിന്റെ മോഹങ്ങളെ കടപുഴക്കി എറിഞ്ഞ ഒരു വലിയ പേമാരിയായിരുന്നു. ആ കൊടുങ്കാറ്റിൽ തകർന്നത് രാജസ്ഥാൻ ആരാധകരുടെ ഫൈനൽ സ്വപ്നങ്ങൾ മാത്രമല്ല, മോഡേൺ ഡേ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ യുവതാരമായ വൈഭവ് സൂര്യവംശി എന്ന 14 വയസ്സുകാരന്റെ നിയന്ത്രണങ്ങൾ കൂടിയായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസും തമ്മിൽ നടന്ന ഈ ഹൈ വോൾട്ടേജ് ക്വാളിഫയർ 2 പോരാട്ടത്തിൽ ഗുജറാത്ത് വിതച്ച നാശം രാജസ്ഥാൻ ആരാധകരുടെ ഹൃദയം അക്ഷരാർത്ഥത്തിൽ തകർത്തുകളഞ്ഞു. മത്സരശേഷം ഡ്രസ്സിംഗ് റൂം മുതൽ പ്രസ് കോൺഫറൻസ് ഹാള് വരെ കണ്ണീരണിഞ്ഞ ആ യുവതാരം നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ ക്രിക്കറ്റ് ലോകത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. ബാറ്റൽമാർക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു സ്വർഗമായി കണക്കാക്കപ്പെടുന്ന മുല്ലൻപൂർ സ്റ്റേഡിയത്തിലെ പരന്ന പിച്ചിൽ ഈ ഡു ഓർ ഡൈ ക്വാളിഫയർ 2 മത്സരത്തിനായി നാണയം വായുവിൽ ഉയർന്നപ്പോൾ ഭാഗ്യം രാജസ്ഥാൻ റോയൽസിനൊപ്പമായിരുന്നു. പിച്ചിന്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കിയ രാജസ്ഥാന്റെ സ്ഥിരം ക്യാപ്റ്റൻ റിയാൻ പരാഗ് ഒരു നിമിഷം പോലും മടികൂടാതെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. അതൊരു ധൈര്യമായ തീരുമാനമായിരുന്നു. എന്നാൽ ബാറ്റിംഗ് ആരംഭിച്ച രാജസ്ഥാൻ റോയൽസിന് നേരിടേണ്ടി വന്നത് ഒരു പേടിപ്പെടുത്തുന്ന ദുസ്വപ്നത്തെയാണ്. ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിലെ വെറും 4ാം പന്തിൽ തന്നെ അവരുടെ സ്റ്റാർ ഓപ്പണർ യശസ്വി ജയ്സ്വാൾ ഗുജറാത്തിന്റെ ഗൺ ബൌളർ മുഹമ്മദ് സിറാജിന്റെ വേഗതയേറിയ ഒരു ഇൻസ്വിംഗറിന് മുന്നിൽ കീഴടങ്ങി. അക്കൗണ്ട് തുറക്കും മുൻപ് തന്നെ ജയ്സ്വാൾ പവലിയനിലേക്ക് മടങ്ങിപ്പോയപ്പോൾ സ്റ്റേഡിയത്തിൽ ഒരു നിമിഷം വല്ലാത്തൊരു ശ്മശാന മൂകത തളം കെട്ടിനിന്നു. ആദ്യ വിക്കറ്റിന്റെ വൻ മാനസിക സമ്മർദ്ദത്തിന് നടുവിലേക്കാണ് 14 വയസ്സുകാരനായ വണ്ടർ ബോയ് വൈഭവ് സൂര്യവംശി ക്രീസിലേക്ക് നടന്നെത്തിയത്. പിന്നീട് മുല്ലൻപൂർ മൈതാനം സാക്ഷ്യം വഹിച്ചത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ബൌളിംഗ് നിരയെയും അവരുടെ തിങ്ക് ടാങ്കിനെയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കിയ ഒരു ഭയാനകമായ കൊടുങ്കാറ്റിനാണ്. ക്രീസിലെത്തിയ നിമിഷം മുതൽ ഗുജറാത്ത് ബൌളർമാർക്ക് ഇവർ അഴിച്ചുവിട്ടത് ക്രൂരമായ ഒരാക്രമണമായിരുന്നു. വെറും 46 പന്തുകൾ നേരിട്ട ആ യുവതാരം 204.26 എന്ന ഭയപ്പെടുത്തുന്ന സ്ട്രൈക്ക് റേറ്റിൽ അടിച്ചുകൂട്ടിയത് 96 റൺസ്. ആധുനിക T20 ക്രിക്കറ്റിന്റെയും IPL ചരിത്രത്തിന്റെയും പേജുകൾ കീറിയെറിയുന്ന ഒരു മാന്ത്രിക ഇന്നിംഗ്സ് ആയിരുന്നു അത്. മൈതാനത്തിന്റെ 4 ദിക്കുകളിലേക്കും ഫീൽഡർമാരെ കാഴ്ചക്കാരാക്കി അവൻ പായിച്ചത് 4 ബൗണ്ടറികളും മേഘങ്ങളെ കീറിമുറിക്കുന്ന 7 പടുകൂറ്റൻ സിക്സറുകളുമാണ്. സിറാജിന്റെ വേഗതയും കാഗിസോ റബാഡയുടെ ബൗൺസറുകളും ആ ബാറ്റിൽ തട്ടി ചിതറിത്തെറിച്ചു. ധ്രുവ് ജുറൈലിന്റെ മറുഭാഗത്ത് നടത്തിയ മികച്ച പിന്തുണ നൽകിയ ധ്രുവ് ജുറൈൽ ഗുജറാത്ത് സ്പിന്നർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച് വെറും 34 പന്തിൽ 10 ഫോറും 1 സിക്സും ഉൾപ്പെടെ 76 റൺസ് നേടി. അവസാന ഓവറുകളിലെ പരിചയസമ്പന്നനായ രവീന്ദ്ര ജഡേജ 35 പന്തിൽ പുറത്താകാതെ നേടിയ 45 റൺസും അവസാന നിരയിലെ ബാഹുബലി ഹിറ്റർ ഡോണോവൻ ഫെറേറ വെറും 8 പന്തിൽ 3 സിക്സറുകൾ സഹിതം അടിച്ചുകൂട്ടിയ 38 റൺസും സ്കോർ ബോർഡിന് വേഗം കൂട്ടി. നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 214 റൺസ് എന്ന എവറസ്റ്റ് സമാനമായ കൂറ്റൻ സ്കോർ രാജസ്ഥാൻ പടുത്തുയർത്തി. വിജയമുറപ്പിച്ചെന്ന ആത്മവിശ്വാസം അവരുടെ ഡഗൌട്ടിൽ പ്രകടമായിരുന്നു. എന്നാൽ ക്രിക്കറ്റ് എന്നത് അനിശ്ചിതത്വങ്ങളുടെ കളിയാണ്. 215 റൺസ് എന്ന ലക്ഷ്യം പിന്തുടരാൻ ഗുജറാത്ത് ഇറങ്ങിയപ്പോൾ രാജസ്ഥാന്റെ പരിചയസമ്പന്നരായ ബൌളർമാർക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നില്ല. തങ്ങളുടെ ഈ കൂറ്റൻ സ്കോർ ഗുജറാത്ത് ബാറ്റർമാർ ഒരു നെറ്റ് പ്രാക്ടീസ് പോലെ നിഷ്പ്രയാസം മറികടക്കുമെന്ന്. ഓപ്പണർമാരായ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും സായി സുദർശനും രാജസ്ഥാൻ ബൌളർമാർക്കുമേൽ അക്ഷരാർത്ഥത്തിൽ സംഹാരതാണ്ഡവമാടി. ജോഫ്ര ആർച്ചർ മുതൽ നാൻഡ്രെ ബർഗർ വരെയുള്ളവരെ അവർ അതിക്രൂരമായി പ്രഹരിച്ചു. മത്സരത്തിന്റെ ഗതി മാറ്റിയതും രാജസ്ഥാന്റെ പരാജയത്തിന് കാരണമായതും അവരുടെ മോശം ഫീൽഡിംഗ് തന്നെയായിരുന്നു. നാൻഡ്രെ ബർഗർ ബൌൾ ചെയ്യുമ്പോൾ ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ച സായി സുദർശന്റെ പന്ത് വായുവിലുയർന്നു. എന്നാൽ ബൗണ്ടറി ലൈനിൽ നിന്ന് ഡൊണോവൻ ഫെറേറ വളരെ എളുപ്പമുള്ള ആ ക്യാച്ച് നിലത്തിട്ടു. അവിടെ ഗുജറാത്തിന് ലഭിച്ച ജീവൻ രാജസ്ഥാൻ ബൌളർമാരുടെ മനോവീര്യം പൂർണ്ണമായും തകർത്തു. പരാജയം ഉറപ്പായ ആ നിമിഷം ക്യാമറ കണ്ണുകൾ തിരിഞ്ഞത് 96 റൺസ് നേടിയ ആ 14 വയസ്സുകാരനിലേക്കാണ്. സെഞ്ചുറി വെറും 4 റൺസിനകത്ത് നേടാതെ പോയതിന്റെ, തന്റെ ടീം ഫൈനൽ കാണാതെ പുറത്താകുന്നതിന്റെ വേദനയിൽ ആ കൊച്ചുകുട്ടി ഗ്രൗണ്ടിൽ മുട്ടുകുത്തിയിരുന്നു പൊട്ടിക്കരഞ്ഞു. അവന്റെ കണ്ണുനീർ ആ നിസ്സഹായതയുടെയും വേദനയുടെയും സാക്ഷ്യമായിരുന്നു. മത്സരശേഷം വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെയും നിറഞ്ഞ കണ്ണുകളോടെയും എത്തിയ പ്രസ് കോൺഫറൻസിൽ വൈഭവ് പറഞ്ഞ വാക്കുകൾ ഓരോ ക്രിക്കറ്റ് ആരാധകന്റെയും കണ്ണു നനപ്പിക്കുന്നതായിരുന്നു. അവൻ പറഞ്ഞു, ലോകത്തിന് മുന്നിലും പ്രത്യേകിച്ച് എന്റെ രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് മുന്നിലും ഞാൻ കൈകൂപ്പി മാപ്പു ചോദിക്കുന്നു. സത്യത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ മികവിനേക്കാൾ നമ്മുടെ സ്വന്തം തെറ്റുകളും മോശം ഫീൽഡിംഗുമാണ് ഈ മത്സരത്തിൽ നമ്മെ തോൽപ്പിച്ചത്. 214 റൺസ് ബോർഡിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ ഫൈനലിൽ എത്തുമെന്ന് എനിക്കുറപ്പായിരുന്നു. എന്നാൽ സുദർശനെ പോലെയുള്ള ഇൻഫോം ബാറ്റർമാരുടെ ക്യാച്ചുകൾ കൈവിട്ടാൽ മത്സരം ജയിക്കുക അസാധ്യമാണ്.
തന്നോട് തന്നെ ദേഷ്യമുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവൻ തുടർന്നു. എനിക്ക് എന്നോട് തന്നെ കടുത്ത ദേഷ്യം തോന്നുന്നുണ്ട്. ചരിത്രപരമായ ഒരു സെഞ്ചുറിക്ക് വെറും 4 റൺസിനകത്താണ് ഞാൻ വീണത്. ഞാൻ സ്വാർത്ഥനാകാതെ ക്രീസിൽ പിടിച്ചുമിന്ന് എന്റെ സെഞ്ചുറി പൂർത്തിയാക്കി ടീമിന്റെ സ്കോർ 230 കടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ഫലം മറ്റൊന്നായിരിക്കും. ക്യാപ്റ്റൻ രവീന്ദ്ര ജഡേജ ഭായ് റൺസ് തടയാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ ഫീൽഡിംഗ് പിന്തുണയ്ക്കാത്തപ്പോൾ ബൌളർമാർക്കും നിസ്സഹായരാകും. ഈ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഭാവിയിൽ ഇതിൽ നിന്ന് പാഠം പഠിച്ച് കൂടുതൽ കരുത്തോടെ ഞാൻ തിരിച്ചുവരും. ക്രിക്കറ്റ് എന്നത് വെറും വലിയ ഷോട്ടുകൾ അടിക്കുന്നതിന്റെ മാത്രം കളിയല്ല. സമ്മർദ്ദമുള്ള മത്സരങ്ങളിൽ വികാരങ്ങളെയും ഫീൽഡിംഗിനെയും നിയന്ത്രിക്കുകയെന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് ആ 14 വയസ്സുകാരൻ ലോകത്തിന് കാണിച്ചുകൊടുത്തു. വ്യക്തിഗത റൺസ് ഒരാളെ മികച്ചവനാക്കുന്നില്ല, ടീമിന് വിജയം നേടിക്കൊടുക്കുന്നതിലാണ് മഹത്വം എന്ന് വിരാട് കോഹ്ലിയെപ്പോലെ ഒരു പോരാളിയുടെ വീര്യത്തോടെ അവൻ തെളിയിച്ചു. എന്തായാലും തോൽവിക്ക് ശേഷം ഗ്രൗണ്ടിലെ വൈഭവ് സൂര്യവംശിയുടെ കണ്ണുനീരും തന്റെ ടീമിന്റെ തെറ്റുകൾ തുറന്ന് സമ്മതിക്കാനുള്ള ആർജവവും നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിന് അവരുടെ ഫീൽഡിംഗിലും ബൌളിംഗിലും വലിയ മാറ്റങ്ങൾ ആവശ്യമുണ്ടോ? ഈ മത്സരത്തിലെ നിങ്ങളുടെ ഹീറോ ആരാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വൈഭവ് സ്റ്റോം എന്നോ അല്ലെങ്കിൽ ഗിൽ ബ്രില്യൻസ് എന്നോ എഴുതി ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.